സ്പീച്ചുണ്ടോ? സ്പീച്ചില്ല, പറഞ്ഞോ. ഷെൽ മ്യൂസിയം. ഷെൽ മ്യൂസിയം. ചെന്നൈയിലെ സെൽ മ്യൂസിയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായ ശില്പങ്ങളുടെ ഷെല്ലിൽ നിർമ്മിച്ച കക്ക ഷെല്ലുകളിൽ നിർമ്മിച്ച ശില്പങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഒരു സിംഹത്തിൻ്റെ രൂപമാണ്. പിരമിഡ് പോലെ പണിതിരിക്കുന്ന ഷെല്ല് കൊണ്ട് മാത്രം നിർമ്മിച്ചാണ്. വൈറ്റ് കളറിലുള്ള വിവിധ രൂപത്തിലുള്ള ഷെല്ലുകൾ പോളിഷ് ചെയ്ത് അതിൽ താഴ്ഭാഗത്തായി ശംഖിൽ നിർമ്മിച്ച പ്ലാറ്റ്ഫോമാണ് ഉണ്ടാക്കിയിരുന്നത്. വിവിധ നിറങ്ങളിലുള്ള ശംഖുകളാണ്. അതൊന്ന് പോളിഷ് ചെയ്തായിട്ട് തോന്നുന്നു, കാരണം എല്ലാം നല്ലൊരു മനോഹാരിതയുണ്ട്. അത് പോളിഷ് ചെയ്തായിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുട്ടികളൊക്കെ ആയിട്ട് വന്നു കണ്ടു കഴിഞ്ഞാൽ ഇത് ഷെല്ലിൽ നിർമ്മിച്ച ലൈറ്റുകളാണ്, അലങ്കാര ലൈറ്റുകളാണ്, വിളക്കുകളാണ്. ഇത് പൂർണ്ണമായി ഷെല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നിർമ്മാണം എന്നറിയില്ല, കാരണം ഒട്ടിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം. എന്തായാലും നമുക്കൊരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണിത്. കാരണം പ്രത്യേകിച്ച് ഇത് നിർമ്മിതിയാണ്. ഒരേ വലിപ്പത്തിലും ഒരേ രൂപത്തിലുള്ള ഷെല്ലുകൾ, ആയിരക്കണക്കിന് ഷെല്ലുകൾ ഉപയോഗിച്ചാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഷെല്ലുകൊണ്ടുള്ള ട്രീ ആണ് ഈ കാണുന്നത്. ഇതിൽ വിവിധ വർണ്ണങ്ങളിലുള്ള ലൈറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് കൂടുതൽ മനോഹാരിതയായി ഇത് കാണാൻ സാധിക്കുന്നത്. ഇതിന് ചിത്രങ്ങൾ, ഇലകൾ, പുഷ്പങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്, വള്ളികളൊക്കെ നിർമ്മിച്ചത് ഷെല്ലിലാണ്. ഇലകൾ മാത്രമേ ഉള്ളൂ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കിയെല്ലാം പൂർണ്ണമായി ഷെല്ലിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതും ഇത്തരത്തിൽ വിവിധ ഇനത്തിലും വിവിധ രൂപത്തിലും ഷേപ്പിലും ഉള്ള ഷെല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കടലിൻ്റെ അടി ഉണ്ടാക്കിയേക്കുന്നതാണ്. കടലിൻ്റെ അടിത്തട്ടിൽ ഷെല്ലിൽ നിർമ്മിച്ചിരിക്കുകയാണ്. കടലിൻ്റെ അടിത്തട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഷെല്ലുകളുടെ രൂപമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം കടലിൻ്റെ ഏറ്റവും അടിയിൽ പവിഴപ്പുറ്റുകളൊക്കെ ഉണ്ട്. അത്തരം പവിഴപ്പുറ്റുകളൊക്കെ ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. നമ്മൾ കാണാത്ത കടലിൻ്റെ ഒട്ടേറെ അഗാധതയിലുള്ള നീരാളി അടക്കമുള്ള മത്സ്യങ്ങൾ, മേൽത്തട്ടിൽ വരാത്ത മത്സ്യങ്ങളുടെ ഒക്കെ ഒരു ശില്പങ്ങളുടെ രൂപമാണ് ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അതേപോലെ ഇതും ഒരു ഹാർട്ടിൻ്റെ രൂപത്തിൽ, ഹൃദയത്തിൻ്റെ രൂപത്തിൽ പ്രണയ സമയങ്ങളിലൊക്കെ പ്രണയ ജോഡികൾക്ക് ചിത്രങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു സ്ഥലമാണ്. ഇതും പൂർണ്ണമായ ഷെല്ലുകളും വലിയ കക്ക, ശംഖ്, ഷെല്ലിൻ്റെ ഫോട്ടോ ഫ്രെയിം. ഇത് ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ഇതും വിവിധ തരത്തിലുള്ള ഷെല്ലുകൾ കൊണ്ടാണ് ഈ ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള ഷെല്ലുകളാണ് ഈ ഫോട്ടോ ഫ്രെയിമിൻ്റെ ചുറ്റും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ലൈറ്റ് ഇത്തിരി കുറവായതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ വ്യക്തമായി കാണാൻ സാധിക്കാത്തത്. ഇങ്ങനെ വളരെ മനോഹരമാണ്. ഇതൊരു ഫോട്ടോ സെഷൻ ആയിട്ടാണ് ഇതിവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാരണം വരുന്നവർക്കൊക്കെ ഫോട്ടോയ്ക്ക് എടുക്കാം കൃത്യമായി. വളരെ മനോഹരമായി തന്നെയാണ് ഇതിൻ്റെ നിർമ്മിതി. ഈ ഷെല്ലുകൾ നോക്കൂ, ഇതെത്ര വലിയ ശംഖാണ് ഓരോന്നും. ആ വലിയ ശംഖുകളെല്ലാം വളരെ മനോഹരമായി കൃത്യമായ അളവിലും ഡിസൈനിലുമാണ് ഈ ഒരു ഹൃദയത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ഷെല്ലിനെ ഇവിടെ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന് പൂർണ്ണമായി ഷെല്ലാണ്. ഇതിൻ്റെ സൈഡിലുള്ള രൂപങ്ങൾ, പിൻവശം എല്ലാം ഇങ്ങനെ ഷെല്ലിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് കിട്ടി.